നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുള്ളൻപന്നിയുടെ ഇറച്ചി കറി വെച്ചുകൊണ്ടിരുന്ന ആയുർവേദ ഡോക്ടർ അറസ്റ്റിൽ. കൊട്ടാരക്കര വാളകം അമ്പലക്കരയിലാണ് സംഭവം. ഡോക്ടർ പി ബാജിയാണ് അഞ്ചൽ വനപാലകർ വീട്ടിൽ നിന്നും പിടികൂടിയത്. ഉൽപാദന സേവന പശ്ചാത്തല മേഖലകൾക്ക് ഊന്നൽ നൽകി ഇളമ്പള്ളൂർ പഞ്ചായത്ത് ബജറ്റ്. 33 കോടി രൂപയുടേതാണ് ബജറ്റ്. ലൈവ് ഭവന പദ്ധതിക്കായി 1.1 കോടി രൂപ വകയിരുത്തി. കുടുംബശ്രീ ഗ്രൂപ്പുകൾക്കായി ഇടവിള കിറ്റും കുറ്റിക്കുരുമുളകും വിതരണം ചെയ്തു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് സുഭിക്ഷം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വിതരണം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മുള്ളൻപന്നിയുടെ ഇറച്ചിക്കറി വെച്ചുകൊണ്ടിരുന്ന ആയുർവേദ ഡോക്ടറെ അഞ്ചൽ വനപാലകർ വീട്ടിൽ നിന്നും പിടികൂടി. കൊട്ടാരക്കര വാളകം അമ്പലക്കരയിലാണ് സംഭവം. അമ്പലക്കര പട്ടേരിച്ചത്തരി പുത്തൻ വീട്ടിൽ ഡോക്ടർ പി ബാജിയാണ് അറസ്റ്റിലായത്. അഞ്ചൽ റേഞ്ച് ഓഫീസർ അജികുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഡോക്ടർ ബാജിയുടെ വീട്ടിൽ വനപാലകർ മിന്നൽ പരിശോധന നടത്തിയത്. ഈ സമയം ചീനച്ചട്ടിയിൽ മുള്ളൻപന്നി ഇറച്ചി കറിയാക്കുന്നതാണ് വനപാലകർ കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ മുള്ളൻപന്നിയുടെ ശരീരാവശിഷ്ടങ്ങളും വീട്ടുപരിസരത്ത് നിന്നും കണ്ടെത്തി. പുലർച്ചെ വീട്ടിൽ നിന്നും ഡോക്ടർ വെറ്റില വിൽക്കാനായി കൊട്ടാരക്കരയിലേക്ക് വാഹനമോടിച്ചു പോകവേ വാളകം മേഴ്സി ആശുപത്രിക്ക് സമീപത്ത് റോഡിൽ ചാടിയ മുള്ളൻപന്നിയെ ഡോക്ടർ ഓടിച്ച വാഹനം തട്ടിയിരുന്നു. പരിക്കേറ്റ് റോഡിൽ കിടന്ന മുള്ളൻപന്നിയെ ഡോക്ടർ വാഹനത്തിൽ കയറ്റി വീട്ടിലെത്തിച്ച് കറിവെക്കുകയായിരുന്നുവെന്ന് വനപാലകർ പറഞ്ഞു. മുള്ളൻപന്നിയെ തട്ടിയിട്ട ഡോക്ടറുടെ വാഹനവും വനപാലകർ പിടിച്ചെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സിഒഎ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ സാംസ്കാരിക ഘോഷയാത്രയിൽ കുണ്ടറ മേഖലയ്ക്ക് 1ാം സ്ഥാനം. കൊല്ലത്തിനാണ് 2ാം സ്ഥാനം. കരുനാഗപ്പള്ളി 3ാമതെത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ സാംസ്കാരിക ഘോഷയാത്രയിൽ കുണ്ടറ മേഖലാ കമ്മിറ്റി 1ാം സ്ഥാനം നേടി. പത്തനാപുരത്താണ് കൊല്ലം ജില്ലാ സമ്മേളനം നടന്നത്. കുണ്ടറ വിളംബരം കേരള വിഷൻ രാജ്യത്ത് ഇന്റർനെറ്റ് കണക്ഷനിൽ 8ാം സ്ഥാനം നേടിയതിന്റെ ആഹ്ലാദ സൂചകമായി 8ന്റെ ആകൃതിയിലുള്ള ബലൂൺ, പൂക്കാവടി, ചെണ്ടമേളം തുടങ്ങി വ്യത്യസ്തങ്ങളായ പരിപാടികളുമായാണ് കുണ്ടറ മേഖലാ കമ്മിറ്റി സാംസ്കാരിക ഘോഷയാത്രയിൽ പങ്കെടുത്തത്. കൊല്ലം മേഖലാ കമ്മിറ്റി 2ാം സ്ഥാനവും കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റി 3ാം സ്ഥാനവും നേടി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കായംകുളം BRC തല സംയുക്ത ഡയറിയുടെ പ്രകാശനം നടത്തി. 1-2 ക്ലാസുകളിലെ കുട്ടികളുടെ സർഗാത്മകത വർദ്ധിപ്പിക്കുക, ഭാഷാ പ്രാവീണ്യം നേടുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പദ്ധതി തയ്യാറാക്കിയത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. സിന്ധു പ്രകാശനം നിർവഹിച്ചു. കായംകുളം BRC തല സംയുക്ത ഡയറിയുടെ പ്രകാശനം നടത്തി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ 1-2 ക്ലാസുകളിലെ കുട്ടികളുടെ സർഗാത്മകത വർദ്ധിപ്പിക്കാനും സ്വതന്ത്ര രചനയിലൂടെ ഭാഷാ പ്രാവീണ്യം നേടാനും വിഭാവനം ചെയ്തുകൊണ്ടുള്ള പദ്ധതിയാണ് സംയുക്ത ഡയറി. ദൈനംദിനം നടക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ രക്ഷിതാക്കളുമായി സംവദിക്കുകയും അവരുടെ സഹായത്തോടുകൂടി ഡയറി താളുകളിൽ അക്ഷരങ്ങളുടെയും വരകളുടെയും ചിത്രങ്ങളുടെയും സഹായത്തോടുകൂടി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ഭാവിയിൽ ശീലമാക്കി മാറ്റുവാനും അത് കുട്ടികളുടെ സ്വതന്ത്ര രചനയിലൂടെ വ്യക്തിത്വ വികസനത്തിനുള്ള ചുവടുവയ്പായി മാറ്റുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു. കായംകുളം BRC ഹാളിൽ നടന്ന ഹെഡ് മാസ്റ്റേഴ്സ് കോൺഫറൻസിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. സിന്ധു സംയുക്ത ഡയറി പ്രകാശനം നിർവഹിച്ചു. ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ VS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കായംകുളം BPC S. ദീപ സ്വാഗതം പറഞ്ഞു. ക്ലസ്റ്റർ കോർഡിനേറ്റർ സൗമ്യ S. പദ്ധതി വിശദീകരണം നടത്തി. ഡയറിയുടെ ഫോർമാറ്റിൽ തന്നെ കുട്ടികളുടെ കൃതികൾ എഴുതുകയും അവരുടെ ഫോട്ടോ വെക്കുകയും അവരുടെ ആ സ്നേഹം അവരുടെ സ്വന്തം ഡയറിയോടുള്ള ഇപ്പൊ തന്നെ ഈ ബുക്ക് അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഓരോരുത്തരും ഇവിടുന്ന് നോക്കുമ്പോൾ രേണുക ടീച്ചറിനെ കൊടുത്താൽ രേണുക ടീച്ചർ ആദ്യം നോക്കുന്നത് GLPS പുതുപ്പള്ളി നോർത്തിലെ ഉണ്ടോ നോക്കും. അതിന്റെ ഇപ്പുറത്ത് പ്രസന്ന ടീച്ചർ കൊടുത്ത ടീച്ചർ നോക്കും. V. അനിൽ ബോസ്, GS പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.
ഉൽപാദന സേവന പശ്ചാത്തല മേഖലകൾക്ക് ഊന്നൽ നൽകി ഇളമ്പള്ളൂർ പഞ്ചായത്ത് ബജറ്റ്. ലൈവ് ഭവന പദ്ധതിക്കായി 1.1 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത്. 33 കോടി രൂപയുടേതാണ് ബജറ്റ്. ഉൽപാദന സേവന പശ്ചാത്തല മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് ഇളമ്പള്ളൂർ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയിൽ നെൽകൃഷിക്ക് 1 ലക്ഷം, പച്ചക്കറി കൃഷിക്ക് 15 ലക്ഷം, മൃഗസംരക്ഷണ മേഖലയിൽ ക്ഷീരം, കോഴി, ABC തുടങ്ങിയവയ്ക്കായി 60 ലക്ഷം, ലൈഫ് ഭവന പദ്ധതിക്കായി 1.1 കോടി രൂപ എന്നിവയും വകയിരുത്തി. പട്ടികജാതി വികസനത്തിനായി 25 ലക്ഷം, മാലിന്യമുക്ത ഗ്രാമ പദ്ധതിക്കായി 50 ലക്ഷം, അംഗൻവാടി കലോത്സവത്തിനായി 75,000, പോഷകാഹാരത്തിനായി 40 ലക്ഷം രൂപയും തൊഴിലുറപ്പ് പദ്ധതിക്കായി 4.5 കോടി രൂപയും മാറ്റിവെച്ചു. കാർഷിക മേഖലയോടൊപ്പം എടുത്തു പറയേണ്ടതാണ് മൃഗസംരക്ഷണ മേഖല. ഈ മേഖലയിൽ മുൻ വർഷങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. ക്ഷീരമേഖലയിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങളുടെ ഫലമായി പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കന്നുകുട്ടി പരിപാലന പദ്ധതി, കോഴി വളർത്തൽ, മരുന്നുമാകൽ, ABC പ്രോഗ്രാം, പാലിന് വില സബ്സിഡി എന്നിവയ്ക്കായി ആകെ 6 ലക്ഷം രൂപ 60 ലക്ഷം രൂപ 2024-25 വർഷത്തെ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ലൈഫ് ഭവന നിർമ്മാണം, സ്വന്തമായ ഒരു വീട് ഏതൊരാളുടെയും സ്വപ്നമാണ്. ലൈഫ് ഭവന പദ്ധതിയിലൂടെ അർഹത നേടിയ ഗുണഭോക്താക്കൾക്ക് ഭവനം നിർമ്മിച്ച് നൽകുന്നതിന് സാധിച്ചിട്ടുണ്ട്. റോഡ് വികസനത്തിന് 1.5 കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രാരംഭ ബാക്കി 33,82,40,422 രൂപയും 33,14,92,000 രൂപ ചെലവും 67,48,422 രൂപ മിച്ചവും കണക്കാക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ജലജ ഗോപനാണ് അവതരിപ്പിച്ചത്. പദ്ധതിയിതര ചെലവുകൾ 6 കോടി, വായ്പാ തിരിച്ചടവ് 20 ലക്ഷം, മൂലധന ചെലവ് 97,50,000, ആകെ ചെലവുകൾ 33,14,92,000, നീക്കിബാക്കി 67,48,422 രൂപ നീക്കിബാക്കി നിൽക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പ്രസിഡന്റ് റെജി കല്ലംവിള അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന് 30,53 ലക്ഷത്തിന്റെ ബജറ്റ്. ഭവന കാർഷിക പദ്ധതികൾക്കാണ് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 30,53,15,751 രൂപ വരവും 30,15,88,738 രൂപ ചെലവും 37,27,013 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി അവതരിപ്പിച്ചത്. മാലിന്യ സംസ്കരണത്തിന് പ്രാധാന്യം നൽകുന്നു. നികുതി വരുമാന ഇനത്തിൽ 66,50,000 രൂപയും, നികുതി വരുമാന ഇനത്തിൽ 51,86,000 രൂപയും അനിവാര്യ ചുമതലകൾക്കായി സംസ്ഥാന സർക്കാർ ജനറൽ പർപ്പസ് ഗ്രാന്റ് ഇനത്തിൽ നൽകുന്ന 1,85,073,000 1,85,073,000 രൂപയും പദ്ധതി ചിലവിനായി ലഭിക്കുന്ന 6,54,10,000 രൂപയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ ലഭിക്കുന്ന 7,25,00,000 രൂപയും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ലഭിക്കുന്ന 7,79,00,000 രൂപയും ഭവന പദ്ധതിക്കും കാർഷിക മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനുമാണ് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ അധ്യക്ഷത വഹിച്ചു. അടുത്ത സാമ്പത്തിക വർഷം തന്നെ പൂർത്തിയാക്കുന്ന തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് വിവിധ മേഖലകളായി വിഭാവനം ചെയ്തിട്ടുള്ളത്. ആയത് മുഖേന നമുക്ക് ലഭിക്കുന്ന പദ്ധതി പണം പൂർണ്ണമായും വിനിയോഗിക്കുന്നതാണ്. കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലെ 1165 വകുപ്പ് പ്രകാരമുള്ള 3-ാം പട്ടികയിലെ 27-ാം അനിവാര്യ ചുമതലകളും അതോടൊപ്പം പൊതു ചുമതലകളും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സബീന എസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കിഴക്കേക്കല്ലട PNM UP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ സമാപനവും സ്കൂൾ വാർഷികവും നടന്നു. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ KC പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യ സ്വരാക്ഷരം നീയാണു കുഞ്ഞേ, അമൃത സ്വരാക്ഷരം നീയാണു കുഞ്ഞേ, നിന്നിൽ തുടങ്ങുന്നു സർവകാവ്യങ്ങളും. 100 വർഷം പൂർത്തീകരിച്ച കിഴക്കേക്കല്ലടയിലെ അക്ഷരമുത്തശ്ശിയായ PMNM UP സ്കൂളിൽ 1 വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു. ഇതോടനുബന്ധിച്ച് സ്കൂൾ വാർഷികവും നടത്തി. ശതാബ്ദി ആഘോഷ സമാപനവും സ്കൂൾ വാർഷികവും ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ KC പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് പ്രിൻസിപ്പലായിട്ട് ഞാൻ അംഗീകാരമൊന്നും ആയിട്ടില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇതുപോലെ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ശാസ്താംകോട്ട കോളേജില് നിങ്ങൾക്ക് ഊഹിക്കാം, ഇവിടെ ഇരിക്കുന്ന മിക്കവരും ആ വിദ്യാലയത്തിൽ പഠിച്ചവരും അതുമായിട്ട് ബന്ധപ്പെടുന്നവരും
അപ്പൊ അവിടെ ഒരു നിമിഷം പോലും നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. കുട്ടികളുടെ വിഷയങ്ങളായാലും മറ്റ് നിരവധിയായ ഒട്ടനവധി വിഷയങ്ങൾക്ക് നടുവിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിനിടയിൽ അല്പസമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും ഇങ്ങനെ ഒരു ശ്രേഷ്ഠമായ ഒരു പരിപാടി, ഒരു സരസ്വതി ക്ഷേത്രത്തിന്റെ 100 വയസ്സ് തികയുന്ന ശ്രേഷ്ഠകരമായ ഒരു പരിപാടി എന്നെ കൂടി ക്ഷണിച്ചത് ഇതിന്റെ PTA പ്രസിഡന്റ് ശ്യാംദേവ് ശ്രാവണം അധ്യക്ഷത വഹിച്ചു. കോമഡി ആർട്ടിസ്റ്റും അധ്യാപകനുമായ കിരൺ ക്രിസ്റ്റഫർ, മജീഷ്യൻ അനുജിത്ത, സഹസംവിധായകൻ അരുൺ കല്ലട എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കിഴക്കേ കല്ലട ഗ്രാമപഞ്ചായത്ത് അംഗം സജിലാൽ, സ്കൂൾ മാനേജർ മടത്തിൽ എം ഉണ്ണികൃഷ്ണപിള്ള, KPSPM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ K മഹേശൻ, പ്രഥമാധ്യാപിക BK ബീന, PTA വൈസ് പ്രസിഡന്റ് സച്ചു, അധ്യാപിക ആര്യ ശങ്കർ RV, സ്കൂൾ ലീഡർ RS ആനന്ദൻ, S അംബിക, V പ്രീത, G സജി തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തച്ചരി പ്രഭാകരൻ അനുസ്മരണം നടത്തി. INTC പത്തിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് പത്തിയൂർ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തച്ചരി പ്രഭാകരൻ അനുസ്മരണം കായംകുളത്ത് നടത്തി. INTC പത്തിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പത്തിയൂർ ഉദ്ഘാടനം നിർവഹിച്ചു. തച്ചടി നേതാവിന്റെ അനുസ്മരണം ഇന്ന് ആലപ്പുഴ ജില്ലയിലും കേരളത്തിലും തച്ചടി കുടുംബങ്ങളിലും വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ഇങ്ങനെ ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് ജീവിച്ചിരുന്നപ്പോൾ ഈ നാടിനു വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തവരെ മരിക്കുന്ന ദിവസത്തിൽ നിന്ന് ഓർമ്മപ്പെടുത്തുന്നതിലൂടെ മറ്റു തലമുറയ്ക്കും നല്ല കാര്യങ്ങൾ ചെയ്താൽ നാടിനെ ചേർത്ത് നിർത്തിയാൽ നാട്ടുകാരെന്നും സ്മരിക്കപ്പെടും എന്നുള്ള ഒരു ഓർമ്മ ദിനം കൂടിയാണ്. ഇതേപോലെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഗവൺമെൻറ് പദവികളും വഹിച്ചിട്ട് മൺമറഞ്ഞു പോയവരെ ഓർത്തുകൊണ്ടുള്ള ഈ ഒരു പരിപാടി. തച്ചടി നേതാവിൻ്റെ പ്രസക്തിയെപ്പറ്റി ഞാൻ അധികം പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എല്ലാവരും പുതിയ തലമുറ എനിക്കറിയില്ല, ബാക്കിയുള്ളവരെല്ലാം ജനിച്ചപ്പോൾ മുതൽ കേട്ടു വളർന്ന ഒരു നാമധേയമാണ് തച്ചടി എന്നൊരു 3 വാക്ക്. തച്ചടി എന്നൊരു 3 വാക്കിൽ തന്നെ എല്ലാമുണ്ട്. INTC മണ്ഡലം പ്രസിഡന്റ് കൈതാനത്ത് തുളസീദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആമ്പക്കാട്ട് സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ മണ്ഡലം പ്രസിഡന്റ് N രാജശേഖരപിള്ള, മണ്ഡലം പ്രസിഡന്റ് രാജീവ് വലിയത്ത്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ദീപക് കരുവ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദ് കുമാർ, കൃഷ്ണപ്രസാദ്, വിജയകുമാർ, ഗിരീഷ് ഷേവൂർ, ജയപ്രദീപ്, വിനോദ്, ശശിധരൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ഇന്ത്യൻ നാഷണൽ ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷന്റെ ദേശീയ സമ്മേളനം ഫെബ്രുവരി 17-18 തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. തെറ്റായി സഞ്ചരിക്കുന്ന യുവതലമുറയെ നേരിന്റെ വഴിയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം. ഇന്ത്യൻ നാഷണൽ ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ എന്ന മനുഷ്യാവകാശ സംഘടന 2004 ട്രസ്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു UN ചാർട്ടർ അംഗീകൃത സംഘടനയാണ്. ദേശീയ പ്രാദേശിക തലത്തിൽ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും യുവതലമുറയെ മനുഷ്യാവകാശങ്ങളെപ്പറ്റി ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും വിദ്യാഭ്യാസ ക്യാമ്പയിനുകളും സാമൂഹിക പ്രവർത്തനങ്ങളും നിയമസഹായങ്ങളും നൽകി പ്രവർത്തിച്ചു വരുന്നു. സംഘടനയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് ദേശീയ തലത്തിൽ എല്ലാ വർഷവും കോൺക്ലേവ് നടത്തപ്പെടുന്നുണ്ട്. ഈ വർഷത്തെ നാഷണൽ കോൺക്ലേവ് ആലപ്പുഴ റമദ ഹോട്ടൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഫെബ്രുവരി 17-18 തീയതികളിൽ നടക്കുകയാണ്. ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. ജില്ലാ പ്രസിഡന്റ് MK സലീം, വർക്കിംഗ് പ്രസിഡന്റ് Y ഷാമുവൽ കുട്ടി, ജില്ലാ സെക്രട്ടറി കുളക്കട രാജേന്ദ്രൻ, സ്റ്റേറ്റ് കോർഡിനേറ്റർ M ഹരിഹരൻ, ഗ്രേസി ശ്രീരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുടുംബശ്രീ ഗ്രൂപ്പുകൾക്കുള്ള ഇടവിള കിറ്റിന്റെയും കുറ്റിക്കുരുമുളകിന്റെയും വിതരണ ഉദ്ഘാടനം നടത്തി. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയായ സുഭിക്ഷം ചവറയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയായ സുഭിക്ഷം ചവറയിൽ ഉൾപ്പെടുത്തിയാണ് കുടുംബശ്രീ ഗ്രൂപ്പുകൾക്കുള്ള ഇടവിള കിറ്റിന്റെയും കുറ്റിക്കുരുമുളകിന്റെയും വിതരണം നടത്തിയത്. ചവറ പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇത് ചെയ്യേണ്ടി വന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ചവറ പഞ്ചായത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സംവിധാനത്തിൽ ഈ ഉപഭോക്തൃ വിഹിതം അടക്കം വാങ്ങിച്ച് നൽകുന്ന ഇതിന് കേടുപാടുകൾ സംഭവിക്കാതെ എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യണമെന്നുള്ള കൃഷി ഓഫീസറുടെയും ADയുടെയൊക്കെ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി ഇന്നലെ ഇവിടെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ 5 പഞ്ചായത്തുകളായി നടക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ഇന്ന് ഇത് ബ്ലോക്ക് തലത്തിലുള്ള ഉദ്ഘാടനം എന്ന നിലയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട നമ്മുടെ ADയെ സൂചിപ്പിച്ചു. ഗുണഭോക്താക്കൾ പലപ്പോഴും ഗുണഭോക്തൃ വിഹിതം നൽകാൻ വേണ്ടി ഗ്രാമസഭ അംഗീകരിച്ചെന്ന ലിസ്റ്റിൽ നിരവധി ആളുകളുണ്ട്. പക്ഷേ പലരും ഇതിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തതുകൊണ്ടോ അറിയില്ല. എന്തായാലും കുറച്ച്
ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നത് വളരെ കാര്യക്ഷമമായി നമ്മുടെ പ്രവർത്തനം കൂടുതൽ ശ്രദ്ധയോടെ നടത്തേണ്ടതായിട്ടുണ്ട്. ചവറ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസന്നൻ ഉണ്ണിത്താൻ സ്വാഗതം പറഞ്ഞു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സോണൽ സലീം പദ്ധതി വിശദീകരണം നടത്തി. സുഭിക്ഷ ചവറയുടെ ഭാഗമായിട്ടുള്ള ഇടവേളക്കിറ്റ് 2 ഗ്രൂപ്പുകൾക്കാണ്. അതുപോലെ തന്നെ കുറ്റിക്കുരുമുളകിന്റെ വിതരണമാണ്. പ്രധാനമായിട്ടും കുറ്റിക്കുരുമുളകിന് ഗുണഭോക്തൃ വിഹിതത്തിൻ്റെ ഒരു അഭാവം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ലോട്ട് നമ്മൾ ഇറക്കിയതിന് ശേഷം ഇത് കണ്ടിട്ടെങ്കിലും ബാക്കി ഗുണഭോക്താക്കൾ ഇതിനകത്ത് ലിസ്റ്റിലുള്ള ഗുണഭോക്താക്കൾ വന്ന് ഇതിൽ അപേക്ഷ വെച്ചിട്ട് നമുക്ക് ഇടവേള കിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നല്ല സമയത്താണ്, ഈ ഒരു സമയത്ത് തന്നെയാണ് കർഷകർക്കും ഗ്രൂപ്പംഗങ്ങൾക്കും കൊടുക്കേണ്ടത്. അപ്പോൾ അത് പരമാവധി നമ്മുടെ ഫീൽഡുകളിൽ കൃഷി ചെയ്തുകൊണ്ട് തന്നെ കിട്ടാത്ത പല ഗുണഭോക്താക്കളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ C രതീഷ്, ജോസ് വിമൽ രാജ്, ചവറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് I ജയലക്ഷ്മി, E റഷീദ്, K സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ചവറ കൃഷി ഓഫീസർ പ്രീജ ബാലൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ. കരുനാഗപ്പള്ളി കോഴിക്കോട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭദ്രഭഗവതി പ്രതിഷ്ഠാ വാർഷികം നടത്തി. ഇതോടനുബന്ധിച്ച് കലംപൊങ്കലും നടന്നു. ക്ഷേത്രതന്ത്രി അമ്പലപ്പുഴ പുതുമനയിലത്ത് മധുസൂദനൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കരുനാഗപ്പള്ളി കോഴിക്കോട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭദ്രഭഗവതി പ്രതിഷ്ഠാവാർഷികവും കലംപൊങ്കലും നടത്തി. നവകം, കലശം, കലശാഭിഷേകം, ഭാഗവത പാരായണം, അഷ്ടാഭിഷേകം, അന്നദാനം, നിറപറ സമർപ്പണം എന്നിവയും നടത്തി. തിരു ഉടവാൾ എഴുന്നള്ളത്ത്, ദീപാരാധന, ദീപക്കാഴ്ച, വെടിക്കെട്ട്, ഭഗവതി സേവ, പുഷ്പാഭിഷേകം എന്നിവയും പ്രതിഷ്ഠാവാർഷികത്തിന്റെ ഭാഗമായി നടന്നു. ക്ഷേത്രതന്ത്രി അമ്പലപ്പുഴ പുതുമനയിലത്ത് മധുസൂദനൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊല്ലം ഉളിയക്കോവിൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഉത്ര മഹോത്സവം ഫെബ്രുവരി 17 മുതൽ 26 വരെ നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഒന്നാം ഉത്സവ ദിനമായ ഫെബ്രുവരി 17 ക്ഷേത്രത്തിലെ സാധാരണ പൂജകൾക്ക് പുറമെ ഉച്ചയ്ക്ക് 12 മണിക്ക് അന്നദാനം. പിന്നെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത് സമൂഹ സദ്യയാണ്. അത് 4 ചേരിക്കാരും പൊതുത്സവ കമ്മിറ്റിയോട് ചേർന്നാണ് ഈ സമൂഹ സദ്യ. ഏകദേശം 10,000-ൽ പരം ആളുകളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി വിപുലമായ സജ്ജീകരണങ്ങൾ, ക്ഷേത്ര സദ്യാലയം, അഡീഷണൽ പന്തലുകൾ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 4 മണി മുതൽ ആനന്ദവല്ലീശ്വരം ക്ഷേത്രസന്നിധിയിൽ നിന്നും ആരംഭിക്കുന്ന തങ്കയങ്കി ഘോഷയാത്രയും വിളക്ക് മഹോത്സവവും, തുടർന്ന് തങ്കയങ്കി ചാർത്തി ദീപാരാധന. ആദ്യത്തെ ദിവസം ദേവിക്കുള്ള തങ്കയങ്കി കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രത്തിലെത്തിക്കും. അതിന് അതിഥികൾ കൊടുക്കുന്നത് ശ്രീ വിവേക് കുമാർ IPS കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറാണ്. അതിന്റെ സാന്നിധ്യമായി ശ്രീ ജയകുമാർ MD ജയ പ്രോപ്പർട്ടീസ് ആൻഡ് റിലേറ്റ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്ന ഒരു വിളക്കുഘോഷയാത്രയാണ് ഉളിയക്കോട് ക്ഷേത്രത്തിൽ. ഞങ്ങളുടെ തങ്കയങ്കി എന്ന് വെച്ചാൽ പൂർണ്ണമായും സ്വർണ്ണം, 1 കിലോ സ്വർണ്ണത്തിനുള്ള തങ്കയങ്കിയാണ് അവിടെ കൊണ്ടുവരുന്നത്. ഉത്സവ സമാപന ദിനമായ 26 വരെ ക്ഷേത്രകലകൾ ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. അതോടൊപ്പം തന്നെ നൃത്തസന്ധ്യ, സംഗീതം, ക്ഷേത്രകലകളായ ചാക്യാർകൂത്ത്, ഓട്ടംതുള്ളൽ, കഥകളി, മറ്റ് മെഗാ സ്റ്റാർ പരിപാടികളും എല്ലാം തന്നെ ക്ഷേത്രസന്നിധിയിലുണ്ട്. ദീപാലങ്കാരമാണെങ്കിൽ വളരെ മികച്ചതാണ്. ആ പ്രദേശത്തെ ആകമാനം ദീപാലങ്കാരമാക്കി ഞങ്ങൾ വളരെ മനോഹരമാക്കി ചിത്രീകരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 22 സാധാരണ പൂജകൾക്ക് പുറമെ രാവിലെ 7 ഭക്തിഗീതോത്സവം, രാവിലെ 10:30 ക്ഷേത്രം തന്ത്രി അടിമുറ്റത്ത് സുരേഷ് ഭട്ടതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കലശപൂജ, ദേശ പന്തിരുനാഴി നിവേദ്യം, കലശാഭിഷേകം, ഉച്ചയ്ക്ക് 12 അന്നദാനം എന്നിവ നടക്കും. വൈകിട്ട് 4:30 ശ്രീ രാജരാജേശ്വരി കുത്തിയോട്ട സമിതിയുടെ ചെട്ടിക്കുളങ്ങര കുത്തിയോട്ടം. 10ാം ഉത്സവ ദിവസമായ ഫെബ്രുവരി 26 സാധാരണ പൂജകൾക്ക് പുറമെ വൈകിട്ട് 3:30 മുതൽ വർണ്ണാഭമായ കെട്ടുകാഴ്ച, വൈകിട്ട് 5:15 മുതൽ കരിങ്കാളി ഫെയിം അനൂപ് പുതിയടത്തും ഷിക്തൻ മഠത്തിലും ചേർന്ന് നയിക്കുന്ന ഓച്ചിറ നാട്ടുകലയുടെ പൂതൻ നാടപ്പാട്ടും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ M അമൃതത്ത, മനോജ് T കീച്ചേരി, S രാജേന്ദ്രൻ പിള്ള, പ്രകാശ് വെള്ളാപ്പള്ളി, R ചന്ദ്രബാബു, S അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും.
മുള്ളൻപന്നിയുടെ ഇറച്ചി കറി വെച്ചുകൊണ്ടിരുന്ന ആയുർവേദ ഡോക്ടർ അറസ്റ്റിൽ. കൊട്ടാരക്കര വാളകം അമ്പലക്കരയിലാണ് സംഭവം. ഡോക്ടർ പി ബാജിയാണ് അഞ്ചൽ വനപാലകർ വീട്ടിൽ നിന്നും പിടികൂടിയത്. ഉൽപാദന സേവന പശ്ചാത്തല മേഖലകൾക്ക് ഊന്നൽ നൽകി ഇളമ്പള്ളൂർ പഞ്ചായത്ത് ബജറ്റ്. 33 കോടി രൂപയുടേതാണ് ബജറ്റ്. ലൈവ് ഭവന പദ്ധതിക്കായി 1.1 കോടി രൂപ വകയിരുത്തി. കുടുംബശ്രീ ഗ്രൂപ്പുകൾക്കായി ഇടവിള കിറ്റും കുറ്റിക്കുരുമുളകും വിതരണം ചെയ്തു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് സുഭിക്ഷം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വിതരണം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 25 ലക്ഷത്തിലധികം ഡിജിറ്റൽ കണക്ഷനും 10 ലക്ഷത്തിലധികം ബ്രോഡ്ബാൻഡ് കണക്ഷനുമുള്ള രാജ്യത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് കേരള വിഷൻ. ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കൊപ്പം 8ാം സ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്ന കമ്പനി കൂടിയാണ് നമ്മുടെ കേരള വിഷൻ. കേരള വിഷന്റെ ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ യാഥാർത്ഥ്യമാകുന്നു. രാജ്യത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും നൽകാൻ കഴിയാത്ത രീതിയിലുള്ള വിവിധ സേവന മേഖലകളിലേക്ക് കേരള വിഷൻ സൗത്ത് വോയിസിൽ കൂടി കടക്കുകയാണ്.